വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഫൺ വിത്ത് ഫ്രണ്ട്സ് എന്ന പാഠമാണ്. നമുക്കതൊന്ന് നോക്കാം കേട്ടോ. നോക്കിയേ, ഫൺ വിത്ത് ഫ്രണ്ട്സ്, കൂട്ടുകാരുമായി ചേർന്നുള്ള ഒരു തമാശയാണ്. ഫൺ വിത്ത് ഫ്രണ്ട്സ് ഇതൊരു പിക്ചർ റീഡിങ്സ് ആണ്, ചിത്രകഥ പോലെയാണ്. നമുക്ക് വായിച്ചു നോക്കാം. പിക്ചർ റീഡിംഗ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ സ്റ്റോറി. ഈ പറയുന്ന പിക്ചർ സ്റ്റോറിയിലേക്കൊന്ന് കടന്നു പോകാൻ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. കം ഡിയർ ഹെൻ. ആരാ പറയുന്നത്? താറാവമ്മ പറയുകയാണ്. താറാം കുഞ്ഞുങ്ങളുടെ അമ്മയാണ് പറയുന്നത്. കം ഡിയർ ഹെൻ, വന്നാലും കോഴിയെ എന്നാ പറയുന്നത്. പിടക്കോഴിയാണ് വിളിക്കുന്നത്. കം ഡിയർ ഹെൻ, പിടക്കോഴി വന്നാലും. ലെറ്റ് us ഗോ ടു ദ വില്ലേജ് ഫെയർ. നമുക്ക് ആ ഗ്രാമചന്തയിലൊന്ന് പോയാലോ? അപ്പോൾ എന്താ ഈ ഗ്രാമചന്ത? ഗ്രാമപ്രദേശങ്ങളിലെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ സാധനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ കൂടുക. അപ്പോൾ അവിടെ ഒരു ചന്ത ഉണ്ടാക്കുക, ഒരു മാർക്കറ്റ്. അപ്പോൾ അതിനാണ് ഗ്രാമചന്ത എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, അങ്ങോട്ടേക്ക് പോകാൻ വിളിക്കുക. കം ഡിയർ ഹെൻ, വരൂ പ്രിയമുള്ള പിടക്കോഴി. ലെറ്റ് us ഗോ ടു ദ വില്ലേജ് ഫെയർ, നമുക്ക് ആ ഗ്രാമചന്തയിലൊന്ന് പോകാം. ഇപ്പം എന്താ കോഴി മറുപടി കൊടുക്കുന്നത്? എന്താണ് പിടക്കോഴി മറുപടി കൊടുക്കുന്നത്? നമുക്ക് നോക്കാം. ഓൾ റൈറ്റ്, ശരി. ലെറ്റ് മീ ബ്രിങ് മൈ ചിക്സ്, ഞാൻ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരാമല്ലോ. ഞാൻ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാലോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ് മീ ബ്രിങ് മൈ ചിക്സ്, ഞാൻ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവരാൻ കേട്ടോ എന്നാ പറയുക. നോക്കാം, നമുക്കേ അടുത്ത പേജിലോട്ടൊന്ന് പോകാം കേട്ടോ. താറാവമ്മ എന്നാ പറയുന്നതെന്ന് നോക്കിയേ. കം ഡക്ലിങ്സ്, വരൂ താറാങ്കുഞ്ഞുങ്ങളെ. ലെറ്റ് us ഗോ, നമുക്ക് പോകാം. അപ്പോൾ അവർ എല്ലാവരും കൂടെ പോവുക. അപ്പോൾ താറാവമ്മ പറയുകയാണ്, കം ഡക്ലിങ്സ്, വന്നാലും താറാങ്കുഞ്ഞുങ്ങളെ. ലെറ്റ് us ഗോ, നമുക്ക് പോകാം. അപ്പോൾ അവർ നടന്നൊരു അരുവിയിലെടുക്കേണ്ട ഒരു നദിയുണ്ടാകും. ചെറിയൊരു അരുവിയാണ്. വലിയ നദിയൊന്നുമല്ല, ഭയങ്കര നല്ല ചെറിയൊരു അരുവിയുടെ അടുക്ക വന്നു. നല്ല ഒഴുക്കുണ്ട് ഇവിടെ, വെള്ളം കൊണ്ടില്ലേ. അപ്പോൾ താറാവമ്മയുണ്ട്, താറാം കുഞ്ഞുങ്ങളും ഉണ്ട്, കോഴിയമ്മയുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടെ ആ അരുവിയുടെ, സ്ട്രീം എന്ന് പറഞ്ഞ അരുവിയാണേ, വലിയ വീതിയില്ലാത്ത വെള്ളത്തിൻ്റെ ഒഴുക്കുള്ള സ്ഥലത്തിനാണ് അരുവി എന്ന് പറയുന്നത്. തോട് പോലെയാണ്, അതുകൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിനാണ് അരുവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രീം എന്ന് പറയുന്നത്. എന്താണ് താറാവമ്മ പറഞ്ഞത്? വി ഹാവ് റീച്ച്ഡ് ദ സ്ട്രീം, നമ്മളിതേ ഈ അരുവിയുടെ അടുക്കലെത്തി കേട്ടോ. അരുവിയിൽ ഒഴുക്കുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ആരാ പറഞ്ഞത് എനിക്ക് നീന്താൻ വയ്യെന്നേ? താറാവമ്മ ആണോ പറയുന്നത്? അല്ല, കോഴിയമ്മയ്ക്കാണ് നീന്താൻ മേലാത്തത് കേട്ടോ. കോഴിയമ്മ പറഞ്ഞു, ഐ കനോട്ട് സ്വിം, ഹൗ ഷാൽ വി ക്രോസ് ദ സ്ട്രീം, നമ്മളെങ്ങനെ ഈ സ്ട്രീം കടന്ന് അക്കരെ പോകുന്നതെന്ന് ചോദിച്ചു. എങ്ങനെയാണ് നമ്മൾ ഈ അരുവി കടന്ന് അപ്പുറത്തേക്ക് പോകുന്നത്? ആരാ ചോദിക്കുന്നത്? ആരാ പറയുന്നത്? ഐ കനോട്ട് സ്വിം, എനിക്ക് നീന്താനാവില്ല. കോഴിയമ്മയ്ക്ക് നീന്താൻ പറ്റുമോ? കോഴി വെള്ളത്തിൽ കൂടെ അപ്പുറത്തൂടെ നീന്തി പോവുമോ? ഇല്ല, അത് പോവില്ല. താറാവാ വെള്ളത്തിൽ കൂടെ നീന്തുന്നത്. അപ്പോൾ താറാവമ്മയോട് പറയുക, ഐ കനോട്ട് സ്വിം, എനിക്ക് നീന്താനാവില്ല. ഹൗ ഷാൽ വി ക്രോസ് ദ സ്ട്രീം, അപ്പം നമ്മൾ എങ്ങനെയാണ് അക്കരെ കിടക്കുക? അപ്പോൾ താറാവമ്മ എന്താ പറഞ്ഞത്? ഐ ഹാവ് എ പ്ലാൻ, എനിക്കൊരു പദ്ധതിയുണ്ട്, എനിക്കൊരു പ്ലാനുണ്ട്, ഒരു ഐഡിയ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഐ ഹാവ് എ പ്ലാൻ, എനിക്കൊരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞു. എന്താ പദ്ധതി നോക്കാം നമുക്കല്ലേ. ഇതേ താറാവമ്മയുടെ മുകളിൽ കയറിയിരിക്കുന്ന ആരാ? കോഴിയമ്മയാണ്. കോഴിയമ്മേനെയും വഹിച്ചുകൊണ്ട് താറാവമ്മ വെള്ളത്തിൽ കൂടെ നീന്തി അക്കരെ പോയി. ഓരോ ഡക്ലിങ്ങിൻ്റെയും താറാങ്കുഞ്ഞുങ്ങളുടെയും മുകളിൽ കോഴിക്കുഞ്ഞുങ്ങൾ കയറിയിരുന്നു. എന്നിട്ടോ അവർ അരുവിയിലൂടെ നീന്തി അക്കരെ പോയി. ആരാ നീന്തിയത്? കോഴിയാണോ? അല്ലല്ലോ. കോഴിക്കുഞ്ഞുങ്ങളാണോ? അല്ലല്ലോ. പിന്നെ ആരാ നീന്തിയേ? താറാവമ്മയും താറാവമ്മയുടെ കുഞ്ഞുങ്ങളും, ഡക്ലിങ്സ്.
അവർ നീന്തി. അവരെന്തിനെ ചുമന്നുകൊണ്ട് പോയി? അവർ കോഴിക്കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് അക്കരയ്ക്ക് നീന്തുക. കണ്ടില്ലേ? നീന്തി മറുകര ചെല്ലും. അപ്പോൾ നമ്മളൊരു കഥ പഠിച്ചില്ലേ? അപ്പോൾ ഈ കഥയിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? താറാങ്കുഞ്ഞുങ്ങൾക്കും താറാവമ്മയ്ക്കും വെള്ളത്തിൽ കൂടെ നീന്താൻ പറ്റും അല്ലേ? അവർക്ക് വെള്ളത്തിൽ കൂടെ നീന്താനുള്ള കഴിവുണ്ട്. പക്ഷേ കോഴിക്കോ കോഴിക്കുഞ്ഞുങ്ങൾക്കോ വെള്ളത്തിൽ കൂടെ നീന്താൻ പറ്റുന്നുണ്ടോ? പറ്റുകയില്ല. പക്ഷേ രണ്ടുപേരുടെ കൂടി ചേർന്നവർ ആ അരുവി നീന്തി അക്കരെ പോയി ഇല്ലേ? അപ്പോൾ അരുവി കിടക്കാനായിട്ട് രണ്ട് കൂട്ടരോട് ഒന്നിച്ച് ചേർന്നു. അപ്പോൾ രണ്ട് കൂട്ടർക്കും വ്യത്യസ്ത കഴിവാണുള്ളതെങ്കിലും അവർ ഒന്നിച്ച് ചേർന്നപ്പം ഒരു പ്രതിസന്ധി മറികടക്കാൻ പറ്റി. അപ്പോൾ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കൂട്ടായി നിന്നാൽ പല തടസ്സങ്ങളെയും നമുക്ക് മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. കൂട്ടായിട്ട് നിന്നാൽ നമുക്ക് പല തടസ്സങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ കഥയാണ് നമ്മളെ ഇവിടെ കാണിച്ചു തന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ നമ്മൾ അടുത്ത പേജിലെത്തിയല്ലോ. ഇത് 3-ാമത്തെ പേജാണ്. അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 1. നൗ ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് അത് ഡിസ്കസ് ചെയ്യാം. എന്താ ഡിസ്കസ് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യാം അല്ലേ? ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ചോദ്യങ്ങളാണ്. 1-ാമത്തെ ചോദ്യം, ഹൗ മെനി ഡക്ലിങ്സ് ആൻഡ് ചിക്സ് ക്യാൻ യു സീ ഇൻ ദ പിക്ചർ? ഈ പടത്തിൽ എത്ര താറാങ്കുഞ്ഞിനെയും എത്ര കോഴിക്കുഞ്ഞിനെയും കാണാം? നോക്കിയേ, താഴെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയേ, ഡക്ലിങ് 1 ഉണ്ട്, ചിക്കു 1 ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരു താറാങ്കുഞ്ഞിനെയും ഒരു കോഴിക്കുഞ്ഞിനെയും നമുക്കിവിടെ കാണാം. അപ്പം നമുക്കതിന് മറുപടി പറയാം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഹൗ മെനി ഡക്ലിങ്സ് ആൻഡ് ചിക്സ് ക്യാൻ യു സീ ഇൻ ദ പിക്ചർ? ഈ പടത്തിൽ നിങ്ങൾക്ക് എത്ര കോഴിക്കുഞ്ഞുങ്ങളെയും എത്ര താറാങ്കുഞ്ഞുങ്ങളെയും കാണാമെന്നാണ് ചോദിക്കുന്നത്. നമുക്കൊരു ഉത്തരം പറയണ്ടേ? പറയണമല്ലോ. പറയാം. വി ഫൈൻഡ് 1 ഡക്ലിങ് ആൻഡ് 1 ചിക്ക് ഇൻ ദിസ് പിക്ചർ. ചോദ്യം എങ്ങനെയാണ്? ഹൗ മെനി ഡക്ലിങ്സ് ആൻഡ് ചിക്സ് ക്യാൻ യു സീ ഇൻ ദ പിക്ചർ? ഉത്തരം, വി ക്യാൻ സീ 1 ഡക്ലിങ് ആൻഡ് 1 ചിക്ക് ഇൻ ദിസ് പിക്ചർ അല്ലേ? വി ക്യാൻ സീ 1 ഡക്ലിങ് ആൻഡ് 1 ചിക്ക് ഇൻ ദിസ് പിക്ചർ. ഈ പടത്തിൽ ഒരു താറാങ്കുഞ്ഞിനെയും ഒരു കോഴിക്കുഞ്ഞിനെയും കാണാൻ കഴിയും എന്നാ മറുപടി കേട്ടോ. അപ്പം അങ്ങനെ പറയണം. എന്താ പറയണ്ടേ? വി ക്യാൻ സീ 1 ഡക്ലിങ് ആൻഡ് 1 ചിക്ക് ഇൻ ദിസ് പിക്ചർ. അപ്പോഴേ നമുക്ക് ഈ 3-ാമത്തെ ചോദ്യം ഒന്ന് വായിക്കാം. ദാ ചോദ്യം വായിക്കാമേ. ഹൗ ഡിഡ് ദ ഹെൻ ആൻഡ് ദ ചിക്സ് ക്രോസ് ദ സ്ട്രീം? എങ്ങനെയാണ് ഹൗ ഡിഡ് ദ ഹെൻ ആൻഡ് ദ ചിക്സ്, കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും, ക്രോസ് ദ സ്ട്രീം, അരുവി കടന്നത്? നമുക്കതിന് മറുപടി പറയണ്ടേ? മറുപടി പറയാമല്ലോ. ഇതെങ്ങനെയാണ് പറയേണ്ടത്? ദ ഡക്ക് ക്യാരിഡ് ദ ഹെൻ. ദ ഡക്ക് ക്യാരിഡ് ദ ഹെൻ. താറാവ് പിടക്കോഴിയെ ചുമന്നു. ആൻഡ് ദ ഡക്ലിങ് ക്യാരിഡ് ദ ചിക്സ്. താറാങ്കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ ചുമന്നു. പിന്നെയോ, ആൻഡ് സ്വാം അക്രോസ് ദ സ്ട്രീം. എന്നിട്ട് അവർ അരുവിക്ക് കുറുകെ നീന്തി. ആൻഡ് സ്വാം അക്രോസ് ദ സ്ട്രീം. എന്നിട്ട് അരുവിയിലൂടെ അവർ അപ്പുറത്ത് കടന്നു പോയെന്നാണ് പറയുന്നത്. ആൻഡ് സ്വാം അക്രോസ് ദ സ്ട്രീം. അരുവിക്ക് കുറുകെ നീന്തി. അവരെന്ത് ചെയ്തു? ദ ഡക്ക് ക്യാരിഡ് ദ ഹെൻ ആൻഡ് ഡക്ലിങ് ക്യാരിഡ് ദ ചിക്സ് ആൻഡ് സ്വാം അക്രോസ് ദ സ്ട്രീം. അങ്ങനെ അവർ അക്കരെ എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒന്ന് വായിക്കാം. 4-ാമത്തത്, ഹാവ് യു എവർ ഹെൽപ്ഡ് യുവർ ഫ്രണ്ട്? ഹൗ ഡിഡ് യു ഹെൽപ്പ്? ഹാവ് യു എവർ ഹെൽപ്ഡ് യുവർ ഫ്രണ്ട്? നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ, നിങ്ങളുടെ കൂട്ടുകാരനെ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അത് നിങ്ങളറിയേണ്ട കാര്യമാണ് അല്ലേ? നിങ്ങളെങ്ങനെയെങ്കിലും എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഹെൽപ്ഡ് യുവർ ഫ്രണ്ട്? ഹൗ ഡിഡ് യു ഹെൽപ്പ്? എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്?
അത് നിങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും സഹായിച്ചെന്ന് നോക്കാം. വെൻ മൈ ഫ്രണ്ട് ലോസ്റ്റ് ഹിസ് പെൻ. വെൻ മൈ ഫ്രണ്ട് ലോസ്റ്റ് ഹിസ് പെൻ. എൻ്റെ ഫ്രണ്ടിന്, എൻ്റെ കൂട്ടുകാരന് അവൻ്റെ പേന നഷ്ടമായപ്പോൾ, അത് കാണാതെ പോയപ്പോഴേ, ഐ ഗേവ് ഹിം എ പെൻ ടു റൈറ്റ്. ഞാൻ അവനൊരു പേന എഴുതാൻ കൊടുത്തു. അങ്ങനെ നമുക്ക് പറയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സഹായം ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതണ്ടേ? വെൻ മൈ ഫ്രണ്ട് ലോസ്റ്റ് ഹിസ് പെൻ ഐ ഗേവ് ഹിം എ പെൻ ടു റൈറ്റ്. ഒന്നുകൂടെ പറയാം. വെൻ മൈ ഫ്രണ്ട് ലോസ്റ്റ് ഹിസ് പെൻ ഐ ഗേവ് ഹിം എ പെൻ ടു റൈറ്റ്. അങ്ങനെയാണ്. അവൻ്റെ പേന നഷ്ടമായപ്പോൾ ഞാനൊരു പേന അവന് എഴുതാൻ കൊടുത്തു. അതാ ഉത്തരം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡിഡ് യു ഫീൽ ഹാപ്പി ടു ഹെൽപ്പ് യുവർ ഫ്രണ്ട്? ഡിഡ് യു ഫീൽ ഹാപ്പി ടു ഹെൽപ്പ് യുവർ ഫ്രണ്ട്? അഞ്ചാമത്തെ ചോദ്യം. ഡിഡ് യു ഫീൽ ഹാപ്പി? നിങ്ങൾക്ക് സന്തോഷമായിരുന്നോ ടു ഹെൽപ്പ് യുവർ ഫ്രണ്ട്? കൂട്ടുകാരനെ സഹായിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായോ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് യു ഫീൽ ഹാപ്പി ടു ഹെൽപ്പ് യുവർ ഫ്രണ്ട്? അപ്പം നമ്മൾ എന്ത് പറയും? ശരി, ഐ ഫീൽ ഹാപ്പി. എനിക്ക് യെസ് ഐ ഫീൽ ഹാപ്പി. ശരി, എനിക്ക് സന്തോഷം തോന്നി. വെൻ ഐ ഹെൽപ്ഡ് മൈ ഫ്രണ്ട്. അതാ ഉത്തരം. യെസ് ഐ ഫീൽ ഹാപ്പി വെൻ ഐ ഹെൽപ്ഡ് മൈ ഫ്രണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് മാച്ച് ദ ഫോളോവിങ് ആണ്. മാച്ച് ദ ഫോളോവിങ് ആനിമൽസ് വിത്ത് ദെയർ യങ് വൺസ്. ഈ ആനിമൽസിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ തമ്മിൽ മാച്ച് ചെയ്യണം. മനസ്സിലായില്ലേ? ആദ്യത്തെ പടം ഡക്ക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡക്കിൻ്റെ അവിടുന്ന് കണ്ടോ, താഴെ ഡക്ലിങ്ങിൻ്റെ ഒരു പടം കണ്ടോ? ആ ഡക്കിൻ്റെ അവിടുന്ന് ഡക്ലിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പെൻസിൽ കൊണ്ട് പതിയെ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ച് ചേർക്കണം. മനസ്സിലായോ? അപ്പോഴാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ മാച്ച് ചെയ്യണം. ഡക്ക് മാച്ചസ് വിത്ത് ഡക്ലിങ് അല്ലേ? ഡക്കും ഡക്ലിങ്ങിനെയും കൂടെ നമുക്ക് അങ്ങോട്ട് പെൻസിൽ കൊണ്ട് പതിയെ വരച്ച് മാച്ച് ചെയ്യിക്കാം. ദെൻ ഹെൻ ആൻഡ് ചിക്ക് ആണല്ലേ? ഹെന്നും ചിക്കും ഉണ്ട്. ഹെൻ ആൻഡ് ചിക്ക് അവർ മാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഹെന്നിൻ്റെ ഇടയ്ക്ക് നിന്ന് സ്കെയിൽ ഉപയോഗിച്ച് പെൻസിൽ വെച്ച് പതിയെ അങ്ങോട്ടേക്ക് വരയ്ക്കണം. ഇനിയും അടുത്തത് നമുക്കൊന്ന് നോക്കാം. കൗ ആൻഡ് ദ കാഫ്. അതാണ് മാച്ച് ചെയ്യുന്നത്. കൗവിൻ്റെ അടുക്കയിൽ നിന്ന് ഒരു വര ചെരിച്ച് മുകളിലേക്ക് ചായച്ച് വരയ്ക്കണം. ആ കാഫിൻ്റെ അടുക്കിലേക്ക് ഉണ്ടോ? കൗ ആൻഡ് കാഫ്, അത് രണ്ടും മാച്ച് ചെയ്യുന്ന. കൗവിൻ്റെ കുഞ്ഞിൻ്റെ പേര് കാഫ് എന്നാണ്. അടുത്തോ ക്യാറ്റ് ആൻഡ് കിറ്റൺ. ക്യാറ്റിൻ്റെ അടുക്കയിൽ നിന്ന് ആദ്യത്തെ കണ്ടോ കുഞ്ഞിൻ്റെ പടം കണ്ടോ? യങ് വൺസിൻ്റെ പടം കിടക്കുന്നത് കണ്ടോ? കിറ്റൺ ആണ് ആദ്യത്തെ. അപ്പുറത്ത് ആദ്യത്തെ പടം ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലേക്ക്, യങ് വൺസിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് വരണം. ക്യാറ്റ് മാച്ചസ് വിത്ത് ദി കിറ്റൺ. ഡോഗ് മാച്ചസ് വിത്ത് പപ്പി. അതിൻ്റെ പടം കണ്ടില്ലേ? അപ്പോൾ ഡോഗിൻ്റെ പടത്തിൻ്റെ അവിടുന്ന് പപ്പിയുടെ പടത്തിൻ്റെ അങ്ങോട്ടേക്ക് ഒരു സ്കെയിൽ വെച്ച് ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് അങ്ങോട്ട് വരയ്ക്കണം. കുത്തി വരയ്ക്കരുത് കേട്ടോ. പേപ്പർ കീറുകയും ചെയ്യരുത്. വൃത്തിയായിട്ട് വരച്ച് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്? ഡക്ക് ആൻഡ് ഡക്ലിങ്, ഹെൻ ആൻഡ് ചിക്ക്, കൗ ആൻഡ് കാഫ്, ക്യാറ്റ് ആൻഡ് കിറ്റൺ, ഡോഗ് ആൻഡ് പപ്പി. കേട്ടോ? ഇനി നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.